ഹായ്, വെൽക്കം ടു ആലോചിക്കൂ. മടിയുള്ള ആളാണോ നിങ്ങൾ? യു ആർ ലേസി? പേടിയുള്ള ആളാണോ നിങ്ങൾ? എനിക്ക് പേടിയില്ല എന്ന് പറയുന്നത് ധൈര്യമാണോ, സാഹസമാണോ, അതോ വിഡ്ഢിത്തമാണോ? ധൈര്യവും വിഡ്ഢിയുടെ സാഹസവും തമ്മിൽ നേരത്തെ അതിർവരമ്പേ ഉള്ളൂ എന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ഉദ്യമം, അതിന് നിങ്ങൾ തയ്യാറായാൽ അത് വിജയിക്കുമ്പോൾ അത് ധൈര്യപൂർവമായ ഒരു പരീക്ഷണവും, പരാജയപ്പെട്ടാൽ അതൊരു വിഡ്ഢിത്തവുമായി മാറില്ലേ? വിജയിക്കും എന്നുറപ്പുള്ളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അത് ധൈര്യമാവുന്നില്ലല്ലോ. പരാജയ സാധ്യത കൂടുതലുള്ള ഒരു കാര്യത്തിൽ അത് എന്ത് ഉദ്യമമായാലും, ബന്ധങ്ങളിലായാലും, ബിസിനസ്സിലായാലും, എനിത്തിങ് യു ഡു ഇൻ ലൈഫ്, പരാജയ സാധ്യത കൂടുതലുണ്ടെങ്കിലല്ലേ അത് ധൈര്യമാവുന്നുള്ളൂ. പരാജയപ്പെട്ടാൽ അത് ഒരു വിഡ്ഢിത്തമായി മാറില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ച ഒരു സാഹസമായി അത് വിലയിരുത്തപ്പെടില്ലേ? മടിയുടെ കാര്യവും പറഞ്ഞു. മടി നല്ലതാണോ? നിങ്ങൾ നല്ലൊരു മടിയനാണോ? എങ്കിൽ അടുത്ത നോബൽ സമ്മാനം ചിലപ്പോൾ നിങ്ങൾക്കുള്ളതായിരിക്കാം. മടിയല്ലേ ഈ കാണുന്ന എല്ലാം ഉണ്ടാക്കിയത്? മടി ഈസ് ദ ഫാദർ ഓഫ് ഇൻവെൻഷൻ, അങ്ങനെയും പറയാം. TV ചാനൽ അടുത്തുപോയി മാറ്റാനുള്ള മടിയല്ലേ റിമോട്ട് കൺട്രോൾ കണ്ടുപിടിക്കപ്പെടുന്നതിന് പുറകിലുള്ള കാരണം? സ്റ്റെപ്പുകൾ ഓടിക്കയറാനുള്ള മടിയല്ലേ ലിഫ്റ്റ് കണ്ടുപിടിച്ചത്? അപ്പോ മടി നല്ലതല്ലേ? കാടുകളിൽ ഓടി നടന്ന് കഴിക്കേണ്ടത് കണ്ടെത്തി വേട്ടയാടി മെനക്കെട്ട് ഭക്ഷണം ശേഖരിച്ചിരുന്ന മനുഷ്യൻ, അവനു വേണ്ടി ആ ഒരു മടിയല്ലേ കൃഷി എന്നൊരു സമ്പ്രദായം തന്നെ ഉണ്ടാക്കിയത്? അധ്വാനം എളുപ്പമാക്കുക എന്ന് പറയുന്നതിന്റെ മറ്റൊരു വാക്കല്ലേ ഇപ്പം മടിയോടുകൂടി, അല്ലെങ്കിൽ മെനക്കെടാൻ വയ്യാത്തൊരു കാര്യം ചെയ്യാനുള്ള ഒരു മാർഗം കണ്ടുപിടിക്കുന്നതിനെ മറ്റെന്ത് പേരിട്ട് നമ്മൾ വിളിക്കും? സോ മടിയെന്നൊരു മോശം കാര്യമല്ല അല്ലെ? അപ്പോഴും ഒരു ട്വിസ്റ്റ് ആലോചിക്കൂ. ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം കണ്ടുപിടിച്ചത് മടിയന്മാരാണോ, അതോ മനുഷ്യന് ജന്മസിദ്ധ സ്വതസിദ്ധ ഈ മടിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ബുദ്ധിശാലികളാണോ? സ്ഥിരോത്സാഹികളായി അവർ അധ്വാനിച്ച് കണ്ടെത്തിയതാണോ ബാക്കിയുള്ള മടിയന്മാർ അവന്റെ പണം കൊടുത്ത് വാങ്ങിയത്? ആലോചിക്കൂ.